ചെറുപയറും ഗോതമ്പും ഉണ്ടോ ദേ പിടിച്ചോ ഒരു അടിപൊളി ഹെൽത്തി ആൻഡ് ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റുമായിട്ട് ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് മക്കളെ. ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മൈ ഡ്രീംസിലോട്ട് എല്ലാവർക്കും സ്വാഗതമാണേ. ഇതിൽ നിങ്ങൾക്ക് 2 ടിപ്പും കൂടെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ആദ്യം കാണുന്നതിൽ ആദ്യം കണ്ട വീഡിയോയിൽ നമ്മുടെ നല്ല പോലെ നമ്മുടെ പൂരി പോലെ നമ്മുടെ ചപ്പാത്തി നല്ല പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ അങ്ങനെയും വന്നിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ട്രിക്കൊക്കെ ഞാൻ ഇതിൽ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നേരമായോ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ഞാനിപ്പോൾ എടുക്കുന്നത് 1/2 കപ്പ് അളവിൽ ചെറുപയറാണ് എടുത്തിട്ടുള്ളത്. ചെറുപയർ കഴുകി ഒരു 8 മണിക്കൂറെങ്കിലും മിനിമം നിങ്ങൾ കുതിർക്കാനായിട്ട് വച്ചേക്കുക. ഞാനിതിപ്പോൾ 2 ദിവസം കൊണ്ട്, ഒരു ദിവസം നമ്മൾ 2 ദിവസമായിട്ട് ഇങ്ങനെ കുതിർക്കാൻ ഇട്ടേ, അതായത് വെള്ളം മാറ്റുന്നുണ്ടായിരുന്നു. ഒരു ദിവസം 2 പ്രാവശ്യമൊക്കെ ഞാൻ വെള്ളം മാറ്റുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇതിൽ നിന്നൊക്കെ ചെറുതായിട്ട് മുളപ്പ് വന്നിട്ടുണ്ട് കേട്ടോ, ഒരു പൊടിപ്പ് അത് വന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ ചെറുപയറിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്. അപ്പം പൊടിപ്പ് വന്നൊരു ചെറുപയറിൻ്റെ ഗുണങ്ങളും പറയാതിരിക്കാൻ വയ്യ. ഞാൻ ഉറപ്പ് പറയുന്നു, ഇതിനൊരു കറിയുടെ ആവശ്യം പോലുമില്ല. നിങ്ങളുടെ കുട്ടികൾ ചോദിച്ചത് വാങ്ങിക്കും. നേരെ ഒരു മിക്സി എടുക്കുക, മിക്സിയുടെ ജാർ എടുക്കുക. ജാറിലോട്ട് നമ്മുടെ കുതിർത്ത് വെച്ചേക്കുന്ന ചെറുപയറും പിന്നെ ഒരു ചെറിയൊരു കഷ്ണമല്ല കേട്ടോ, ഒരു ആവറേജ് ഒരു വലിപ്പത്തിലുള്ള സവാളയും പിന്നെ 2 പച്ചമുളക് ഞാൻ ഇവിടെ എടുക്കുന്നു. അത് കൂടാതെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, 2 ചെറിയൊരു അല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ട് നിങ്ങൾ ഇതിലിട്ടോണേ. ഞാനത് വിട്ടുപോയിട്ടുണ്ട്. പിന്നെ 1 കപ്പ് അളവിൽ ഗോതമ്പ് മാവ് ഞാൻ ഇപ്പോൾ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് അരച്ചു കൊണ്ടുവരാം. ഒരു പാത്രം എടുത്ത് പാത്രത്തിലോട്ട് 1 കപ്പ് അളവിൽ മാത്രം ഗോതമ്പ് മാവ് ഇട്ട് കൊടുക്കാം. അതെന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പിന്നെ പറഞ്ഞുതരാം. പിന്നെ നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്ന നമ്മുടെ ചെറുപയറും കൂടെ ഇട്ട് കൊടുക്കുക. ചെറുപയർ അരയ്ക്കുമ്പോൾ 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് വേണം നിങ്ങൾ അരച്ച് കൊണ്ടുവരാൻ. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ആദ്യം നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനുണ്ട്. ആദ്യം മിക്സ് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ലൂസി ആയിട്ടുള്ള ഒരു ഇതിനകത്ത് തന്നെയായിരിക്കും ഇത് ഉണ്ടാവുക. നിങ്ങളതൊന്നും വിചാരിക്കേണ്ട. ഇത് നമുക്ക് നല്ലപോലെ മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുന്നത്. ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ 2 കപ്പ് ഗോതമ്പ് മാവെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ 1 കപ്പ് നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട്. 2ാമത്തെ കപ്പും കൂടെ ഞാൻ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഇതുപോലെ മിക്സ് ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഗോതമ്പ് മാവ് നമ്മളിങ്ങനെ കുഴച്ചെടുക്കത്തില്ലേ നമ്മുടെ ചപ്പാത്തിക്ക് വേണ്ടിയിട്ട്, അതുമാതിരി നല്ലപോലെ എടുത്തോളാം. പിന്നെ ഇതിൻ്റെ അളവിൽ വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇനി ചെറുപയർ കുറച്ചും കൂടെ ചേർക്കണം എന്നുണ്ടെങ്കിൽ 1 കപ്പ് ചെറുപയറും 1 കപ്പ് ഗോതമ്പ് മാവും എടുക്കാം. ഞാൻ പറയുമ്പോൾ 2 കപ്പ് അളവിന് 1/2 കപ്പ് ചെറുപയറാണ് കുറച്ചും കൂടെ ബെറ്ററായിട്ട് വരിക. കാരണം എന്താ വെച്ചാൽ അതായിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റും ഗുണവും കിട്ടുന്നത് കേട്ടോ. അപ്പം ഞാൻ നല്ലപോലെ ഒന്നായിട്ട് നമ്മളൊരു ഞാനിവിടെ നല്ല ക്ലീനാക്കി ഇട്ടേക്കുന്ന സ്ഥലമാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പരിപാടി. നിങ്ങൾ കാണുമ്പോൾ ഇതെന്താ വൃത്തിയില്ലാത്ത അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കേട്ടോ. ഞാൻ നല്ലപോലെ ക്ലീൻ ചെയ്ത് ഞാൻ അവിടെ തന്നെയാണ് ഞാൻ ചപ്പാത്തി പരത്തുന്നത്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയം ഒരു 10-15 മിനിറ്റോളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു ചപ്പാത്തി നമ്മൾ എങ്ങനെയാണോ ചപ്പാത്തി ഉണ്ടാക്കുന്നത് സെയിം പ്രോസസ്സ് തന്നെ നമ്മൾ എടുക്കുക. പിന്നെ ഇതിലോട്ട് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ചപ്പാത്തി കുഴയ്ക്കുന്ന പോലെ അത്ര എളുപ്പമായിരിക്കത്തില്ല ഇത് നമുക്ക് മാനേജ് ചെയ്യാം. അതുകൊണ്ട് നമ്മൾ മാവിൻ്റെ ഒരുപാട് മാവെടുത്ത് ഇതിലോട്ട് നിങ്ങൾ തട്ടുകയും ചെയ്യരുത്. കാരണം വെച്ചാൽ നമ്മുടെ ഈ ഒരു ചെറുപയറും കൂടെ ഉള്ളത് കൊണ്ട് ഇത് ഭയങ്കര ഹാർഡായിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നല്ല രീതിക്ക് ആദ്യമേ എടുത്തതിന് ശേഷം ഞാൻ ഇത് മതി, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഒരു റൗണ്ട് ഷേപ്പ് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് നൈസായിട്ട് ഞാൻ പിന്നെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. കണ്ടല്ലോ, അങ്ങനെ ഇതുമാതിരി എടുക്കുന്നുണ്ട്. ഇതുമാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ കൈ തട്ടി ഇതിലുള്ള മാക്സിമത്തിലുള്ള പൊടികളൊക്കെ മാറ്റിയെടുക്കുക കേട്ടോ. പിന്നെ ഇതിൽ കുറച്ച് ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുക്കള കാണിക്കാമോ എന്ന് ചോദിച്ചു കേട്ടോ. അതുകൊണ്ട് മാത്രം കാണിക്കുന്നതാണ്. സത്യം പറഞ്ഞാൽ എന്നെ കാണിക്കുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല. എങ്കിലും ഇതിൻ്റെ കൂടെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന മുട്ടയാണ്. ഈ മുട്ടയുടെ കളർ നിങ്ങൾ കണ്ടോ, ഇതെങ്ങനെ ആവും എനിക്കും അറിയില്ല. എന്തായാലും അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇനി വ്യാജ മുട്ടയാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഇല്ലാതില്ല. അപ്പോൾ എൻ്റെ അടുക്കള നിങ്ങൾ കണ്ടല്ലോ, ഇത് തന്നെയാണ് എൻ്റെ അടുക്കള. ഈ ഒരു സമയത്തേക്ക് ഞാൻ നമ്മുടെ പാൻ അവിടെ വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിലോട്ട് ബട്ടറോ നിങ്ങൾക്ക് നെയ്യോ എണ്ണയോ എന്ത് വേണോ എടുക്കാം. ഞാനിപ്പോൾ ബട്ടർ എടുത്തിട്ടുണ്ട്. നമ്മളെന്താ നല്ല രീതിക്ക് കട്ട് ചെയ്ത് ഷേപ്പാക്കി വെച്ചേക്കും നമ്മുടെ ചപ്പാത്തി ഓരോന്നായിട്ട് അങ്ങ് ഇട്ട് കൊടുത്ത് നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടെടുക്കാം. ഇതിലിപ്പോൾ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് ഞാൻ ആദ്യമേ ബട്ടർ ഇട്ടതിന് ശേഷമാണ് ഇനിയാണ് ആ ഒരു ട്രിക്ക് പറഞ്ഞു തരാൻ പോകുന്നത് കേട്ടോ. നമ്മൾ ആദ്യമേ ബട്ടർ ഇട്ട് നമ്മൾ ഇതുപോലെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ ചപ്പാത്തി പൊങ്ങി വരത്തില്ല കേട്ടോ. ഇത് കേട്ടോ, ഇത് ഇനി നമുക്ക് നല്ല മാതിരി നമ്മൾ ബട്ടറിലിട്ട് ഇത് കുറച്ച് ബട്ടറൊക്കെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞു തരുന്നത്. നമ്മുടെ ചെറുപയറൊക്കെ നല്ലപോലെ ശരീരത്തിൽ പിടിക്കുന്നെങ്കിൽ ഒരു ഫാറ്റായിട്ടുള്ളൊരു കണ്ടൻറ്റ് വേണം. അതുകൊണ്ടാണ് ബട്ടർ ഇടുന്നത്. ഇത് ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഇത് ഒരു രീതി. ഇനി എങ്ങനെയാണ് നല്ല മധുരത ഇതുമാതിരി പൊങ്ങി വരുന്നത് നിങ്ങൾക്ക് അറിയണോ? വേറെ ഒന്നുമില്ല പിള്ളേരെ, നമ്മൾ എന്ത് ചെയ്യുക, ബട്ടർ ഉപയോഗിക്കാതിരിക്കുക. ചെറു തീയിൽ 2 ഭാഗവും ഒരു
30 സെക്കൻഡ് വീതം മാത്രം രണ്ട് ഭാഗവും ഒന്ന് ചൂടാക്കിയിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ അങ്ങ് ഇട്ട് കൊടുക്കുക നമ്മുടെ ഫ്ലെയിമിൽ കേട്ടോ. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് പിന്നെ ലാസ്റ്റ് വേണമെങ്കിൽ ഇതുമാതിരി ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് നമ്മുടെ ബട്ടർ തൊട്ട് കൊണ്ടു കഴിഞ്ഞാൽ റെഡിയായി. അപ്പോൾ ടാറ്റാ.